യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ലൂക്കാ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഏതാനും ഗലീലിയാക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനത്തെക്കുറിച്ച്, വേദനയെക്കുറിച്ച് ഈശോയോട് അവിടെയുള്ളവര് പറയുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ സഹനം, ഈ വേദന ഉണ്ടാകുന്നതിൻ്റെ കാരണം അവർ പാപം ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ഈശോ ചോദിക്കുകയാണ്. അതിനുശേഷം ഈശോ പറയുന്നത് അവരുടെ പാപം കൊണ്ടല്ല എന്ന് ഈശോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരെ പാപികളായി ചിത്രീകരിക്കുന്നതിലും അവരുടെ കുറവിനെ കണ്ട് അത് മറ്റുള്ളവരുടെ മുമ്പിൽ വിവരിച്ച് ഉന്നതിയിലെത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമാണ് മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കുറവ് എന്ന് പറയുക. പലരുടെയും ഉയർച്ച പലപ്പോഴും പല ധ്യാന ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ മറ്റു പലരുടെയും ജീവിതത്തിൽ അവരുടെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ചില പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം അപ്പന്റെ മദ്യപാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് സ്വന്തം സഭയെയോ സഭാ സമൂഹത്തെയോ താഴ്ത്തുകയും അവരിൽ നിന്ന് പല നൊമ്പരങ്ങളും വേദനകളും കിട്ടി എന്ന് പറഞ്ഞ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിച്ച് നടക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതിലൂടെ ജനങ്ങളുടെ അരികിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാനായിട്ട് പലരും പരിശ്രമിക്കുന്നത് കാണാറുണ്ട്. പല ധ്യാന ഗുരുക്കന്മാരുടെയും ജീവിതങ്ങൾ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മിൽ പലരും നമ്മുടെ തന്നെ കുറവുകളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ, അപ്പൻ്റെ ആകാം, അമ്മയുടെ ആകാം, ജീവിത പങ്കാളിയുടെ ആകാം, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ആവാം, കൂടെ ജോലി ചെയ്യുന്നവരുടെ ആകാം, അല്ലെങ്കിൽ മറ്റു വൈദികരുടെ ആകാം, മറ്റു പലരുടേതുമാകാം, അവരുടെ ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന കുറവുകളെ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരിൽ നിന്ന് സഹതാപം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന പലരെയും പലപ്പോഴും കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങളിൽ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ അപ്പൻ്റെ ആകാം, അമ്മയുടെ ആകാം, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ, ജീവിത പങ്കാളിയുടെ, അയൽവക്കക്കാരുടെയോ ആരുടെയെങ്കിലും ഒക്കെ അരികിൽ നിന്ന് ചില സഹനങ്ങള്, ചില വേദനകള് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറവുകളായിരിക്കാം. അതെന്റെ ചെറുപ്പകാലം മുതൽ വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെ എന്നെ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ സഭാംഗങ്ങളിൽ നിന്നോ സമൂഹങ്ങളിൽ നിന്നോ ഒക്കെ ചില വേദനകള്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങള് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളായിരിക്കുന്ന സഭാ സമൂഹത്തിനും സഭയില് നമ്മുടെ കൂട്ടായ്മയിലുള്ള മറ്റുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും, നമ്മൾ ഈ പറയുന്ന മദ്യപാനിയായ അപ്പനോ അല്ലെങ്കിൽ മറ്റുള്ള പലർക്കോ നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന വേദനയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ അവരുടെ സമൂഹത്തിൽ കൂട്ടത്തിൽ ജീവിക്കാൻ പോലും പലപ്പോഴും സാധിക്കാതെ കൂട്ടത്തിലുള്ളവരെ വേദനിപ്പിച്ച് കൂട്ടത്തിലുള്ളവരെ മാറ്റി നിർത്തിയിട്ടാവാം ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്രകാരം പ്രസംഗിച്ച് നടക്കുന്നതിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതിലൂടെയും ഒക്കെ
അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെ കുറിച്ച്, ഒരുപക്ഷെ നിന്റെ അപ്പന്റെ വേദനയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരുടേതായിരിക്കാം, സഭാസമൂഹത്തിന്റെ ആയിരിക്കാം, അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് നീ എന്തുമാത്രം ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവചനങ്ങളില് വീഞ്ഞു കുടിച്ച് മത്തനായി കൂടാരത്തിൽ നോഹ നഗ്നനായി കിടക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നോഹയുടെ ഒരു പുത്രൻ, ഹാം എന്ന് പറയുന്ന പുത്രൻ, ഇത് കാണുകയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റ് സഹോദരങ്ങളോട് ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ തിരുവചനത്തിൽ നമ്മൾ കാണുക, ഈ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുക, മറ്റു 2 പുത്രന്മാര് കടന്നു വന്ന് തല തിരിച്ചു നിന്ന് ഈ അപ്പനെ നഗ്നത മറച്ചു എന്നും അപ്പനെ എടുത്തുകൊണ്ട് പോയി എന്ന. പിറ്റേ ദിവസം അപ്പനെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കേട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്രകാരം അപ്പന്റെ നഗ്നതയെ മറ്റുള്ളവരുടെ മുമ്പിൽ അനാവരണം ചെയ്ത ആ പുത്രനെ ശപിക്കുന്നതും നമ്മൾ ഈ വചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്പന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ സഭാസമൂഹങ്ങളുടെയൊക്കെ കുറവ് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ നേട്ടമുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ തിരിച്ചറിയുക, നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഗ്നതയെ നമ്മൾ അനാവൃതമാക്കുകയോ ചെയ്ത് ഇത് നിന്ദ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ അപ്പൻ മദ്യപാനിയായത് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ മറ്റേതെങ്കിലും അവസ്ഥയിലൂടെ നമുക്ക് വേദനകൾ നൽകുന്നതിന്റെ കാരണം നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുണ്ടായ ചില ആന്തരിക മുറിവുകളുടെയോ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെയോ ഒക്കെ ആയിരിക്കാം അവരൊരുപക്ഷെ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഇപ്രകാരം വല്ല വൈദികരോ അല്ലെങ്കിൽ വചന പ്രഘോഷകരോ 4 പേരുടെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള അവസരങ്ങളോ ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരും നമ്മളെ പോലെ വിശുദ്ധരായി അല്ലെങ്കിൽ നമ്മൾ നല്ലവരെന്ന് നമ്മൾ കരുതുന്ന പോലെ അവരുമായി തീരുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ അങ്ങനെ പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ നേടിയെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ താറടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് നിന്റെ വ്യക്തി ജീവിതത്തിൽ ഈ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ജീവിതത്തില് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന വേദനകളും സഹനങ്ങളും അത് മറ്റുള്ളവരുടെ മുൻപിൽ പറഞ്ഞ് ഒരു സഹതാപ തരംഗം നിന്നിൽ സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അതിലുമുപരിയായിട്ട് നിനക്ക് ലഭിക്കുന്ന വേദനകളും നീ സഹനമെന്ന് കരുതുന്ന കാര്യങ്ങളും അത് ദൈവം അനുവദിക്കുന്നതാണ് എന്ന് കരുതി നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിച്ചാൽ അതായിരിക്കും അനുഗ്രഹത്തിന്റെ വഴി എന്ന് തിരിച്ചറിയുക. ദൈവം ആഗ്രഹിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവരാരും പാപികളായതുകൊണ്ടല്ല. ഇതൊക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരം ആയിരിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ പഠിപ്പിക്കുന്ന ഈ വചനത്തിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെയും പ്രസംഗങ്ങളെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടുന്ന കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന. കർത്താവായ ഈശോയെ, മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അങ്ങ് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ. എല്ലാ നന്മകളും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.